ട്രംപിന് പണി കൊടുത്തത്, അതായത് നാറ്റോ ഇന്നൊരു 10,000 സൈനികർ ഉക്രൈനിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്ത നമ്മൾ ഇതിനു മുൻപ് കേട്ടായിരുന്നു. അപ്പൊ ഉക്രൈനെ സഹായിക്കാനായി 26 രാജ്യങ്ങളുടെ തയ്യാറെടുപ്പ് സഖ്യം എന്ന് പറഞ്ഞൊരു സംഘം വരുന്നു എന്നുള്ളതും നമ്മൾ കേട്ടായിരുന്നു. ഇപ്പോ ഈ നാറ്റോ തന്നെയാണ് ട്രംപിന് പണി കൊടുത്തത് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അതെങ്ങനെയാണ് നാറ്റോ ട്രംപിന് പണി? അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു, അടിയന്തര യോഗം, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ്. അതിൻ്റെ കാരണമുണ്ട്. ഈ റഷ്യൻ സേന കുറച്ച് ഡ്രോണുകൾ പോളണ്ടിൻ്റെ മേളിലോട്ട് വിട്ടുകൊടുത്തു. പോളണ്ട് എന്ന് പറയുന്നത് ഈ നാറ്റോ സഖ്യത്തിൽപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ ആ ഡ്രോണുകളെ പോളണ്ട് അവിടെ തകർത്തു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ റഷ്യ നാറ്റോ സഖ്യ രാജ്യങ്ങളെ ആക്രമിക്കും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കർട്ടൻ റൈസർ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് ഇപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലായത്. ഈ റഷ്യൻ കാലാകാലങ്ങളിൽ ഉക്രൈനെ മാത്രം അടിക്കില്ല, വേണ്ടി വന്നാൽ അവർക്കിട്ടും കിട്ടും എന്നുള്ളൊരു സൂചന വന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവരെയൊക്കെ വിളിച്ചു ചേർത്ത് ഇവർക്ക് രേഖാമൂലം ഇപ്പോൾ കത്ത് കൊടുത്തേക്കുകയാണ്. അതായത് ട്രംപ് ഒരു കാര്യം അറിഞ്ഞ് ഞെട്ടിയിരിക്കുക ഇപ്പം. കാരണം ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയൊക്കെ വലിയ നികുതി പ്രഖ്യാപിച്ചേക്കുന്നത്. പക്ഷേ ചൈന ആ കാര്യത്തിൽ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം ഇന്ത്യ, 3-ാമത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം എന്ന് പറയുന്നത് ഒരു നാറ്റോ സഖ്യ രാജ്യം തന്നെയാണ്, നമ്മുടെ തുർക്കി. മറ്റൊരു നാറ്റോ രാജ്യമായ സ്ലൊവാക്യയും അവരിൽ നിന്ന് ക്രൂഡ് ഓയിൽ നേരിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ മറ്റു പല ഏതാണ്ട് 32 രാജ്യങ്ങളാണ് നാറ്റോ സഖ്യത്തിലുള്ളത്. അതിൽ മറ്റു പല രാജ്യങ്ങളും റഷ്യയുമായിട്ട് ഒന്നെങ്കിൽ അവരുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് നാച്ചുറൽ ഗ്യാസ് വാങ്ങുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് വ്യാപാര ഇടപാടുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞെട്ടിക്കുന്ന സംഭവമാണ്. അതായത് ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരെ ഇത്ര വലിയ നടപടി എടുക്കുമ്പോഴും ചില നാറ്റോ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയുമായി ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഞെട്ടിക്കുന്ന പരിപാടിയാണെന്നുള്ളതാണ് ട്രംപിൻ്റെ വിലയിരുത്തൽ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയിൽ എനിക്ക് സംശയമുണ്ട്. 100% നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ? യുദ്ധം അവസാനിപ്പിക്കണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. സ്വാഭാവികമാണ്. ഇപ്പോൾ ഇന്ത്യ മാത്രമല്ലല്ലോ, അവരും ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ ഇന്ത്യക്കെതിരെ പറയുന്ന ന്യായം ഇന്ത്യ കൊടുക്കുന്ന കാശ് കൊണ്ടാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ മറ്റ് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുന്ന കാശിന് പകരം പുളിങ്കുരുവായിരിക്കും. അപ്പോൾ അത് പ്രശ്നമില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അതോർത്ത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് 1 ഞെട്ടി, 2 ഞെട്ടി, 3 ഞെട്ടി, 4 ഞെട്ടി അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്ന നിലപാട് ഈ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇനി ചൈനയ്ക്കെതിരെ നീങ്ങണം. ചൈനയ്ക്കെതിരെ 50 മുതൽ 100% വരെ നികുതി ചുമത്തണം. കാരണം ചൈനയ്ക്കാണ് റഷ്യയ്ക്ക് മേൽ നല്ല ഗ്രിപ്പുള്ളത്, അല്ലെങ്കിൽ ചൈന പറഞ്ഞാൽ റഷ്യ കേൾക്കും. അപ്പോൾ ചൈനയ്ക്കെതിരെ ഇത്തരം വലിയ ഒരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ചൈന റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങില്ല. അപ്പോൾ റഷ്യയ്ക്ക് അത് വലിയ രീതിയിലുള്ള ഒരു ആഘാതമാകും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു നിഗമനം. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം നൈസായിട്ട് ഇപ്പോൾ പഴയ ബൈഡൻ്റെ തലയിൽ വെച്ച് ഒഴിയുന്നുണ്ട്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു, ട്രംപാണ് അധികാരത്തിലിരുന്നെങ്കിൽ ഒരിക്കലും റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടാകില്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ തവണ ബൈഡനായിപ്പോയി, അതുകൊണ്ടാണ് യുദ്ധം ഉണ്ടായത്. എന്നാൽ ഇക്കാര്യത്തിലും ഇതിൻ്റെ ഉത്തരവാദി പുടിനാണെന്ന് പറയാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. പുടിൻ്റെ പേര് പറഞ്ഞതേയില്ല. ഉത്തരവാദിത്തം മുഴുവൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കും പഴയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ കണ്ടുപിടുത്തം. നമ്മുടെ റഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നല്ലോ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, കാഴ്ചക്കാരനായി നിന്നത് മാത്രമേ ഉള്ളൂ. ഇവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ളത് പറയുന്നു. പിന്നെ നാറ്റോയുടെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടെന്ന് പറഞ്ഞു. അതായത് നിങ്ങളിങ്ങനെ നാറ്റോ സഖ്യ രാജ്യങ്ങൾ ഇത്തരത്തിൽ റഷ്യയുമായിട്ട് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ അവരുമായിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള നിങ്ങളുടെ വിലപേശൽ സ്ഥിതി, അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച, കാര്യം അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എങ്ങനെ പറഞ്ഞാണ് അവരുമായിട്ട് നിങ്ങൾ ഒരു ചർച്ചയ്ക്കൊരു വേദിയാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുമായിട്ട് വിലപേശാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ്
അമേരിക്കൻ പ്രസിഡന്റ് ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് പുള്ളി അവസാനിപ്പിക്കുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം, അവിടുത്തെ ജനങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ എൻ്റെ സമയം, നിങ്ങൾ എൻ്റെ ഊർജം, അമേരിക്കയുടെ പണം ഇതെല്ലാം വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടി ഇനി വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ട്രംപ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. നേരത്തെ അതിൻ്റെ സൂചന നൽകിയിരുന്നു. കാരണം റഷ്യക്കെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കുന്നു എന്നുള്ളത് ട്രംപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയൊക്കെ നിലപാടെടുക്കുമ്പോഴും റഷ്യക്കെതിരെ കാര്യമായ നിലപാടുകളൊന്നും കൂടുതലായിട്ട് അവർ പറഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധത്തിനപ്പുറം കൂടുതൽ നടപടികളെ കുറിച്ചൊന്നും അമേരിക്ക മിണ്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് റഷ്യക്കെതിരെ കടക്കുന്നു. അതായത് ചില ബാങ്കുകളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു. ഈ റഷ്യ ക്രൂഡ് ഓയിൽ വിൽപ്പനയാണല്ലോ നടത്തുന്നത്. അപ്പോൾ ആ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കുള്ള ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതുമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ റഷ്യയുടെ വിവിധ കമ്പനികൾ മറ്റു പല രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളെല്ലാം മരവിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു. ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക്, കടുത്ത നിലപാടുകളിലേക്ക് പോകും എന്നുള്ള ഒരു സൂചനയും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കം ഭയക്കണം. ഇന്ത്യക്കെതിരെ നിലവിൽ 50% വരെയാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത്. അത് ആ നടപടി കൊണ്ട് ഇന്ത്യ വഴങ്ങുന്നില്ല എന്നൊരു അനുമാനത്തിലാണ് ട്രംപ് ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെയും കൂടുതൽ നടപടികൾ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവതരമായ കൂടിയാലോചനകൾ ഇങ്ങനെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ട്രംപ് പ്രതീക്ഷിച്ചത് ഇന്ത്യക്കെതിരെ ആദ്യ ഒരു 25% താരിഫ് ചുമത്തിയപ്പോൾ തന്നെ ഇന്ത്യ വഴങ്ങും എന്നുള്ളതാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യ വഴങ്ങിയില്ല. വീണ്ടും ഒരു 25% കൂടി കൊടുത്തു. അപ്പോഴും ഇന്ത്യ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ സന്നദ്ധമായി ചെന്നില്ല. പക്ഷെ അങ്ങനെ ചെന്ന പല രാജ്യങ്ങളുമുണ്ട്. ഇപ്പോൾ കാനഡ, സൗത്ത് കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുകുത്തി അവരുമായിട്ട് ഒരു ഒരു ഒത്തുതീർപ്പിലെത്തി. പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. അത് അമേരിക്ക വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ചൈനയും അമേരിക്കൻ വെല്ലുവിളി, കാര്യം നേരത്തെ തന്നെ അമേരിക്ക ആദ്യം വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈന. ഏതാണ്ട് 200% മുകളിൽ നികുതി ചൈനയ്ക്കെതിരെ ചുമത്തി. പക്ഷേ അത് അത്തരത്തിലുള്ള ഏകപക്ഷീയമായ നികുതി പ്രഖ്യാപനം അത് അമേരിക്കയ്ക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നുള്ള തിരിച്ചറിവ് വൈകിയാണെങ്കിലും ട്രംപിനുണ്ടായി. എന്നിട്ട് അവിടെ നിന്ന് അത് 30%-ലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന ഭരണാധികാരി കൂടിയാണ് ട്രംപ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ചൈനയ്ക്കെതിരെ 50 മുതൽ 100% വരെ നികുതി നാറ്റോ സഖ്യ രാജ്യങ്ങൾ കൂടി പ്രഖ്യാപിക്കണം. അമേരിക്കൻ നാറ്റോയിലുള്ളതാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ഇപ്പോൾ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി സുസ്ഥിരമായ ഒരു ഘടന ഉള്ളതുകൊണ്ട് അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കും. പക്ഷെ മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ എത്രത്തോളം ആകും? കാര്യം ചൈനയിൽ നിന്ന് വില കുറഞ്ഞ സാധന സാമഗ്രികൾ കിട്ടാതാകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അത് ഏത് രീതിയിൽ ആ പ്രതിസന്ധി അതിജീവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് വളരെ വിശ്വസ്തരായി കരുതിയിരുന്ന നാറ്റോ സഖ്യ രാജ്യം തന്നെയാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ചിരകാല സ്വപ്നമായ സമാധാനത്തിനുള്ള നോബൽ സമ്മാന പദ്ധതിയിലേക്ക് ഏറ്റവും വലിയ തുരങ്കം വെച്ചത് എന്നുള്ളത് വൈകിയാണെങ്കിലും ട്രംപ് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ആ യുദ്ധം അവസാനിക്കാതിരിക്കാനുള്ള കാരണം അത് ഇന്ത്യ, ചൈന അവിടുന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന മാത്രമല്ല, ഇവർ നിൽക്കുമ്പോൾ നൈസായിട്ട് ചെന്ന് മറ്റ് പല നാറ്റോ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അത് തിരുത്തണം എന്നുള്ള കടുത്ത നിലപാട് ഇപ്പോൾ ട്രംപ് എടുക്കുന്നുണ്ട്. ഏതായാലും എന്താകും ഇത്തരം നിലപാടുകളുടെ അനന്തരഫലം എന്നുള്ളത് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും.